കൂട്ടുകാരെ, പിന്നെ ഇങ്ങനത്തെ പഴയ സാരികളുടെയൊക്കെ ബോർഡറുകൾ നമുക്ക് പല വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പല വിധ പ്രയോജനങ്ങൾ നമുക്കിതിൽ നിന്നുണ്ടാക്കാം. അപ്പോൾ എനിക്കിത് ഒത്തിരി കാലമായിട്ട് കളയാൻ താല്പര്യമില്ലാഞ്ഞൊരു സാരിയാണ്. ഇതും കൊണ്ട് ഞാനൊരു ചുരിദാർ തയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ അതിൻ്റെ ബോർഡർ നല്ല ഭംഗിയുണ്ട്. എനിക്കത് തന്നെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ കുറേ കാലം ഏതായാലും അവിടെ ഇരിക്കട്ടെ എന്ന് ഇത് ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ ഞാനിതൊരു ബോർഡർ കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു ടിന്ന് കിട്ടി. ആ ടിന്നിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ഈ ബോർഡറിൻ്റെ അതേ വലിപ്പം. അപ്പോൾ ഞാനെന്നാൽ അതിലൊന്ന് ഒട്ടിച്ച് നോക്കാമെന്ന് കരുതി കുറച്ച് ഫെവിക്കോൾ എടുത്ത്. ഇത് ഫെവിക്കോൾ അത്ര സ്ട്രോങ് അല്ല, എന്നിരുന്നാലും തൽക്കാലം ഇവിടെ ഫെവിക്കോളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ബോർഡർ ഞാൻ കട്ട് ചെയ്ത് കറക്റ്റ് വീതിയാണ്, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. ഇനി എൻ്റെ ബാക്കി കുറേ പീസ് കൂടി ഇരിപ്പുണ്ട്. അതിന് പറ്റിയ പാത്രം ഏതാണെന്ന് ഇപ്പോൾ നോക്കി നടക്കാം. ഞാൻ എന്തെങ്കിലും ടിന്ന്, പ്ലാസ്റ്റിക് ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് നല്ല ഡിസൈനാക്കി വയ്ക്കുക. ചെറിയ ചെറിയ ബോക്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ എന്തെങ്കിലും മേടിക്കുന്നത്, ആമസോണിൽ നിന്ന് പാഴ്സൽ വരുത്തുന്നത്, ചെരുപ്പിൻ്റെ ബോക്സുകളിലൊക്കെ നമുക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്ത് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഈ ബോർഡറുകളൊന്നും കളയണ്ട, നമുക്ക് പല വിധത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നല്ല കറക്റ്റാണ്, നല്ല ഭംഗിയുള്ള ബോർഡർ വരുന്നത്. അതാണ് ഞാൻ ആ സാരി കളയാതെ വെച്ചിരുന്നത്. ഇതേപോലെ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. നമുക്ക് അതിൻ്റെ ജോയിൻ്റ് ഒന്ന് തയ്ച്ച് കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഗമ്മ് വിട്ടാൽ പോലും അതിൻ്റെ ഇത് തയ്ച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗ്യാപ്പ് തിരിച്ചറിയത്തില്ലാത്ത പോലെ നല്ല ടൈറ്റായിട്ടൊന്ന് തയ്ക്കുകയും കൂടെ ചെയ്താൽ അത് അങ്ങനെ ഇരുന്നോളൂ. ഒരു കാലത്തത് പോവില്ല, നനയ്ക്കാതിരുന്നാൽ മതി. ചെറുതായിട്ടൊന്നും നനഞ്ഞതും കൊണ്ടും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ.